ഈ പോളിസിയൊക്കെ പേപ്പറിൽ അച്ചടിച്ച് വെക്കാൻ മാത്രമുള്ളതല്ലോ. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറിനെ കുറിച്ച് പൊതുവെ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല. ഇതൊക്കെ ശുദ്ധ മര്യാദകേടല്ലേ? ഹലോ ഗൈസ്, ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കുറച്ച് വൈകി എന്നെനിക്കറിയാം. എൻ്റെ സ്വന്തമായ ഒരു സ്പേസ് കണ്ടുപിടിക്കാനുള്ള ശ്രമം എവിടെയും എത്താത്തത് കൊണ്ട് തന്നെയാണ് ആ പ്രശ്നം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസുകളിൽ ഒരുപാട് മാറ്റം വന്ന പോലെ തന്നെയാണ്. സീസൺ തുടങ്ങി അങ്ങനെ 4 മാസത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി അടുപ്പിച്ച് 2 മത്സരങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇതിൽ വലിയ അഭിമാനം കൊള്ളേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഫിക്ചറുകൾ നോക്കിയാൽ നമുക്ക് നല്ലൊരു വിന്നിംഗ് റൺ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും അതിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഡ്രോ വഴങ്ങിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് നമ്മുടെ അടുത്ത എതിരാളികൾ. അതിനുശേഷം ഈ സീസണിൽ നമ്മൾ ഓൾറെഡി തോപ്പിച്ച ഈസ്റ്റ് ബംഗാളും ചെന്നൈയിൻ എഫ്സിക്കുമെതിരെ എവേ മത്സരങ്ങൾ. നമ്മുടെ ക്ലബിന്റെ ചരിത്രം വെച്ച് 2 എവേ മത്സരങ്ങളൊക്കെ തുടർച്ചയായി ജയിക്കുക എന്നുള്ളത് ഒരു നടക്കാത്ത സ്വപ്നം പോലെ ആണെങ്കിലും ഈ 2 ടീമുകളും പോയിന്റ്സ് ടേബിളിൽ നമ്മളെക്കാൾ താഴെയാണ്. അതുകൊണ്ട് തന്നെ ദീസ് ആർ വിന്നബിൾ ഗെയിംസ്. ഈ 2 എവേ മത്സരങ്ങളുടെ ഇടയിൽ 5-6 ദിവസത്തിന്റെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം റെസ്റ്റ് ചെയ്ത് പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്ത് മര്യാദയ്ക്ക് കളിക്കുവാണെങ്കിൽ ജയിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് എന്തായാലും ഉണ്ട്. ഇനി നമ്മൾ പ്ലേ ഓഫിൽ കയറണമെങ്കിൽ അടുത്ത 3 മത്സരങ്ങളിൽ നിന്നും മിനിമം 7 പോയിന്റ് എങ്കിലും നമ്മൾ നേടണം. നോർത്ത് ഈസ്റ്റിനോട് ഇനി ഡ്രോ വഴങ്ങിയാലും ചെന്നൈയിൻ ഈസ്റ്റ് ബംഗാൾ എന്നീ 2 മത്സരങ്ങൾ നമ്മൾ ജയിച്ചേ പറ്റൂ. ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് 27 പോയിന്റ് ആവും. ഇപ്പോൾ ലീഗ് ലീഡേഴ്സായ മോഹൻ ബഗാന് പിന്നിലുള്ള ബംഗളൂരു, ഗോവ, ജംഷഡ്പൂർ എന്നീ 3 ടീമുകൾക്കും 27 പോയിന്റ് ആണുള്ളത്. ഇവരെല്ലാവരും നമ്മളെക്കാൾ കുറവ് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത 3 മത്സരങ്ങളിൽ അവർക്ക് വേണ്ട റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇവരെല്ലാവരും നമ്മളെ പിന്തള്ളി വീണ്ടും മുന്നേറും. പക്ഷേ ഒഡീഷ, പഞ്ചാബ്, ബംഗളൂരു എന്നീ ടീമുകളുടെ റീസെന്റ് ഫോം സൂചിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രം: ഈ ലീഗിൽ ഈ സിറ്റുവേഷനിൽ ആരും ഏത് മത്സരവും തോക്കാം. എന്തായാലും ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിനെ കുറിച്ച് സംസാരിക്കാനാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ ഈ മത്സരത്തിലെ 5 മെയിൻ ഒബ്സർവേഷനിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒഡീഷ FC സ്ട്രൈക്കറായ ഡൊറീൽട്ടനെ കുറിച്ചാണ്. അദ്ദേഹം കളിച്ച ഇതുവരെയുള്ള എല്ലാ മത്സരത്തിൽ നിന്നും എനിക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ ISL-ൽ തന്നെ ഏറ്റവും ഭാഗ്യവാനായ പ്ലെയർ ഈ ബ്രസീലിയൻ താരമാണ്. സംശയം ഉണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഡൊറീൽട്ടന്റെ കോൺട്രിബ്യൂഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഒഡീഷയുടെ കംബാക്ക് സ്റ്റാർട്ട് ചെയ്ത ആ ഗോള് ഒരു കോമഡി ഫിനിഷ് ആയിരുന്നു. ഡിയേഗോ മൊറീസിയുടെ ഷോട്ടിന് മുകളിൽ ഉരുണ്ടു വീണ് ഡൊറീൽട്ടൻ അത് വലയിലെത്തിച്ചു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അസിസ്റ്റ്, ആ ബോൾ നല്ലോണം അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡൊറീൽട്ടൻ ഉദ്ദേശിച്ച പോലെ അത് അദ്ദേഹത്തിന് ഹെഡ് ചെയ്യാനായില്ല. തന്റെ കഴുത്തിലോ തോളത്തോ എവിടെയോ തട്ടിയാണ് അവിടെ ഒരു അവസരം ഉണ്ടാവുന്നത്. ഇതിൽ പ്രഥം കോട്ടാലിന്റെ ജഡ്ജ്മെന്റ് എററിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അതും കൂടെ ആയപ്പോൾ ജെറിക്ക് അവിടെ ഒരു സുവർണ അവസരം ഒരുങ്ങി. നമ്മുടെ ടീമിലെ ഏറ്റവും സീനിയർ ഡിഫൻഡറിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത് ഈ സീസൺ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അന്ന് ഞാനിത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലോണം അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഡൊറീൽട്ടനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ കളിയിലെ 2ാമത്തെ ഗോള് ഡൊറീൽട്ടൻ അടിക്കുമ്പോഴും അതിലൊരു ഭാഗ്യത്തിന്റെ ടച്ച് ഉണ്ടായിരുന്നു. സച്ചിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഒരു അവസരം ഈ പ്ലെയറിന് കറക്റ്റ് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്ത പോലെയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സൂപ്പർ ലീഗ് കേരളയിൽ ഫോർസ കൊച്ചിയെ റെപ്രസെന്റ് ചെയ്തിരുന്ന ഡൊറീൽട്ടൻ റോയ് കൃഷ്ണയ്ക്ക് പകരക്കാരനായി ISL-ൽ ഒഡീഷ FC-ലേക്ക് വരുന്നത്. അതിലും എവിടേക്കോ ഒരു ഭാഗ്യത്തിന്റെ എലമെന്റ് ഇല്ലേ? ഇതൊരിക്കലും ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എത്രയൊക്കെ അവസരങ്ങൾ കിട്ടിയാലും അത് മുതലെടുക്കാനായില്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഡൊറീൽട്ടൻ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കറക്റ്റായി അവിടെ എത്തി ആ ഗോളുകൾ കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ക്ലബിലോ ISL-ലോ ഡൊറീൽട്ടന് ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ അതിന് ഭാഗ്യം മാത്രം പോരാ. ഇനി എനിക്ക് പറയാനുള്ളത് വേൾഡ് റെക്കോർഡ് ഇടാനായിട്ട് ഈ സ്റ്റേഡിയം ദിവ്യ ഉണ്ണിക്ക് വിട്ടുകൊടുത്ത ഏമാമാരോടാണ്. GCD എന്ന് പറഞ്ഞ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഇവിടെ ഇതിനു മുമ്പും ഒരുപാട് വേറെ ഇവന്റ്സ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പോളിസിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നോൺ സ്പോർട്ടിംഗ് ഇവന്റ്സിന് ഒരു ലിമിറ്റ് വേണമെന്ന്. ഈ പോളിസിയൊക്കെ പേപ്പറിൽ അച്ചടിച്ച് വെക്കാൻ മാത്രമുള്ളതല്ലോ. ഈ പോളിസിയൊക്കെ ഉണ്ടായിട്ടാണ് ഈ ഏമാമാര് ഇമാതിരി പരിപാടിക്ക് ഇവിടെ ഒരു പെർമിഷൻ കൊടുത്തത്. ISL-ലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിച്ചസ് ആണ് നമ്മുടെ. അവിടെ കൊണ്ടുവന്ന് കാരവാൻ ഓടിക്കാൻ അനുവദിക്കുക, 10,000-ന് മേലെ ഡാൻസുകാരെ വെച്ച് പരിപാടി നടത്തുക, ഇതൊക്കെ ശുദ്ധ മര്യാദകേടല്ലേ? ഒന്നും വേണ്ട, ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ മത്സരത്തിലെ എതിരാളികളായ ഒഡീഷ FC-യുടെ ഗ്രൗണ്ടായ കലിംഗ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടുത്തെ ഗവൺമെന്റും അധികാരികളും ഒഡീഷയെ ഒരു സ്പോർട്സ് ക്യാപിറ്റൽ ആക്കാൻ വേണ്ടി ദിനരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി ഈ ഒഡീഷനേക്കാളൊക്കെ 2 ഇരട്ടി പാരമ്പര്യമാണ് കേരളത്തിന് സ്പോർട്സിലുള്ളത്. പക്ഷേ എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ ഉഡായിപ്പ് പരിപാടികളെയൊക്കെ
പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കളഞ്ഞു കുളിക്കുന്നു. ഈ പരിപാടിയുടെ പിന്നിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ കേവലം ഒരു ISL മാച്ച് ഹോസ്റ്റ് ചെയ്യാൻ ഈ GCDA നമ്മുടെ ക്ലബിൽ നിന്ന് ഈടാക്കുന്ന ഭീമൻ തുകകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ സ്റ്റേഡിയത്തിൽ എന്ത് ഇംപ്രൂവ്മെന്റ് ആണുള്ളത്? ഒരു നല്ല ടോയ്ലറ്റ് ഉണ്ട് അവിടെ, സ്ത്രീകളും കുട്ടികളും ഒക്കെ കളി കാണാൻ വരുന്നുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷനിൽ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞു. ഇങ്ങനെ GCDA ഒരു മെയിൻ്റനൻസും നടത്താണ്ട് ഇമാതിരി പരിപാടി വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ദിവസം അതെല്ലാം കൂടെ പൊളിഞ്ഞു വീഴും. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാണ്ടിരിക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്റ്റേഡിയം ഒരു വലിയ ആവശ്യമായി മാറിക്കഴിഞ്ഞു. നമ്മൾ എത്ര നാള് ഇങ്ങനെ GCDയുടെ കൊള്ളലാഭത്തിന് ഇരകളായിക്കൊണ്ടിരിക്കും? പിന്നെ ഇത് ഇന്നോ നാളെയോ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റമല്ല. അതിനൊരു ലോങ് ടേം പ്ലാൻ വേണം. അതിലേക്കൊക്കെ എന്തോരം എഫേർട്ട് നമ്മുടെ ഓണേഴ്സ് ഇടുന്നുണ്ട് എന്നുള്ളതൊരു ക്ലാരിറ്റിയും ഇല്ല. നല്ലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിനിങ് ഗ്രൗണ്ടും എല്ലാം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്ന് ഞാൻ കരുതുന്നു. പോയിന്റ് നമ്പർ 3ലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി സൈൻ ചെയ്യേണ്ട റൈറ്റ് ബാക്കുകളുടെ ലിസ്റ്റിൽ അമയ് റനവദയെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായി അമയുടെ ഭാഗത്തു നിന്നൊരു ഓൺ ഗോൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചോയ്സിൽ രണ്ട് അഭിപ്രായങ്ങളും വന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം എനിക്കും അമയിൽ കുറച്ച് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി. ഫസ്റ്റ് ഹാഫിൽ ഉടനീളം നോവയുടെ ത്രെട്ട് നല്ലോണം ഡീൽ ചെയ്ത അമയ് സെക്കൻഡ് ഹാഫിൽ ലൂണയുടെ ഒരു ക്രോസ് നോവയിൽ എത്തുന്നത് വളരെ വിദഗ്ധമായി തടഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് ക്രോസുകൾ ഡീൽ ചെയ്യാൻ അമയ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. ഇത് അമയുടെ ലാക്ക് ഓഫ് അവയർനെസ് ആണോ മുർത്താദ ഫോളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഒഡീഷയെ ഇത് സെക്കൻഡ് ഹാഫിൽ നല്ലോണം ബാധിച്ചു. ഗോൾ ആയില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ അമയുടെ അശ്രദ്ധ മൂലം പെപ്രയ്ക്ക് ഒരു ചാൻസ് ലഭിക്കുകയുണ്ടായി. ഇതിന് ശേഷമാണ് ഹേസുസ് ഹിമനേസ് അടിച്ച ഗോളിന്റെ ബിൽഡപ്പിൽ നോവയെ മാർക്ക് ചെയ്യാൻ അമയ് മറന്നുപോയതും. ഇത് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ മാത്രമായിരിക്കാം. പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അമയ്ക്ക് ആയില്ലെങ്കിൽ അടുത്ത സീസൺ ഒഡീഷയിലായാലും കേരള ബ്ലാസ്റ്റേഴ്സിലായാലും നല്ല പണി കിട്ടും. അടുത്ത പോയിന്റിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്റ്റാർ ട്രയോ ഹേസുസ്, ലൂണ, നോവ ഇവർ മൂന്ന് പേരും കമ്പൈൻ ചെയ്ത് ഒരു കിടിലൻ ഗോൾ ഈ മത്സരത്തിൽ പിറന്നു. ഒഡീഷയ്ക്കെതിരെ പിറന്ന ഈ രണ്ടാമത്തെ ഗോള് ശരിക്കും ഈ മൂന്ന് പ്ലേയേഴ്സിന്റെ ഒരു കിടിലൻ കെമിസ്ട്രി തന്നെയായിരുന്നു. ഫാർ പോസ്റ്റിലേക്ക് ലൂണ നൽകിയ വളരെ നല്ലൊരു ക്രോസ് നോവ വളരെ അൺസെൽഫിഷായി നല്ലൊരു പൊസിഷനിൽ നിന്ന ഹേസുസിലേക്ക് ഒരു ഹെഡറിലൂടെ പാസ് നൽകുന്നു. പിന്നീട് ആ ബോൾ വലയിലെത്തും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ലായിരുന്നു. കാരണം ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിനിഷേഴ്സ് ആണ് ഹേസുസ് ഹിമനേസ്. നിങ്ങളിൽ എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയില്ല. പക്ഷേ ഒഡീഷയ്ക്കെതിരെ കലിംഗയിൽ നടന്ന റിവേഴ്സ് ഫിക്ചറിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാനലിൽ നോവ എന്തുകൊണ്ട് ഹേസുസ് ഫ്രീ ആയിട്ടും പാസ് നൽകുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷനിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഒഡീഷയ്ക്കെതിരെ തന്നെ ഈ ഒരു മൊമെന്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കോയിൻസിഡൻസ് ആയി എനിക്ക് തോന്നി. ഈ JLN ട്രയോയുടെ സ്ട്രെങ്ത് അറിയാൻ ഇവർ ഈച്ച് ഇൻഡിവിജ്വൽസ് ആയിട്ട് കൊണ്ടുവരുന്ന ആട്രിബ്യൂട്ടുകളെ നമുക്കൊന്ന് നോക്കിയാലോ? ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എന്തായാലും ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഹേസുസ് ഹിമനേസ് ആണ് ഈ ട്രയോയിലെ ഗോളടി മെഷീൻ. പുള്ളിയുടെ മൂവ്മെന്റും പൊസിഷനിങ്ങും ഒക്കെ ഈ ലീഗിലെ തന്നെ പ്യുവർ സെന്റർ ഫോർവേഡുകളെ വെച്ച് നോക്കിയാൽ നമ്പർ 1 ആണ്. ഇത് ഞാൻ സീസണിന്റെ ആദ്യ മത്സരത്തിന് ശേഷം തന്നെ വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ടത്ര സപ്ലൈ നമുക്ക് നൽകാനായിട്ടില്ലെങ്കിലും ഈ സീസൺ ഓൾറെഡി 13 മത്സരങ്ങളിൽ 10 ഗോളുകൾ അടിച്ച് ഗോൾഡൻ ബൂട്ട് റേസിൽ അലദീൻ അജറയ്ക്ക് പിന്നിൽ രണ്ടാമതാണ് ഹേസുസ്. ഈ ഒരു റേറ്റിൽ പോവുകയാണെങ്കിൽ ഡിമി കഴിഞ്ഞ കൊല്ലം അടിച്ച 13 ഗോളുകളെ വളരെ ഈസി ആയിട്ട് ഹേസുസ് മറികടക്കും. ഹേസുസ് ഒഡീഷയ്ക്കെതിരെ അടിച്ച ഗോളിന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? കറക്റ്റ് ആ 6 യാർഡ് ബോക്സിന്റെ ഉള്ളിൽ. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ലൂണ ഒരു നല്ല ക്രോസ് നൽകിയപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ആ 6 യാർഡ് ബോക്സിൽ ഉണ്ടായിരുന്നില്ല. അവിടെ ഹേസുസ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഗോളായനെ. ഇപ്പൊ നമ്മുടെ ക്ലബിലുള്ള മറ്റൊരു ഫോറിൻ സ്ട്രൈക്കറായ ക്വാമെ പെപ്ര ഹേസുസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്ലെയർ ആണ്. പെപ്ര കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയ ഒരു അറ്റാക്ക് ലീഡ് ചെയ്യാൻ കെൽപ്പുള്ള ഓഫ് ദ ബോൾ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രൈക്കറാണ്. പക്ഷേ ഹേസുസിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തനിക്ക് ചുറ്റുമുള്ള പ്ലെയേഴ്സുമായി കമ്പൈൻ ചെയ്ത് വലിയ മൊമെന്റ്സും ഗോളുകളും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു 11ൽ കളിക്കാനുള്ള ഒരു സിസ്റ്റം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലൂണയിലേക്ക് വരാം. ഈ ഒരു ട്രയോയുടെ എൻജിൻ അദ്ദേഹം തന്നെയാണ്. ഈ സീസണിൽ ലൂണയുടെ ഏറ്റവും മികച്ച പെർഫോമൻസും ഇത് തന്നെയായിരുന്നു. ഫ്രെഡിയും കോയഫും അടങ്ങുന്ന ഒരു ഡബിൾ പിവറ്റിന് മുന്നിൽ ലൂണ തകർത്താടി. സെൻട്രലി മാത്രം ഒതുങ്ങാതെ ഒരു ഫ്രീ റോളിൽ ലൂണ 2 വിങ്ങുകളിലേക്ക് മാറി അവിടെ നിന്നും അറ്റാക്കുകൾ മെനയാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ലൂണയാണ് നമ്മൾ ഇത്രയും നാൾ കാണാൻ ആഗ്രഹിച്ചത്. അത് ഈ കളിയിൽ സംഭവിക്കുകയും ചെയ്തു. പിന്നെ ഈ ട്രയോ കംപ്ലീറ്റ് ചെയ്യുന്ന നോയാണ് നമ്മുടെ എക്സ് ഫാക്ടർ. ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് നമ്മളെ ചില നിമിഷങ്ങളിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കും. പക്ഷേ വേറെ ചില മൊമെന്റുകൾ ഇവർ നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്യും. ഇതിൽ കുറഞ്ഞ് നോവ സദോയി എന്ന പ്ലെയറിനെ വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. നോവയെ പോലൊരു പ്ലെയറിന് വെറും ഒരു മൊമെന്റ് മതി ഒരു ഡിസൈസീവ് കോൺട്രിബ്യൂഷൻ നൽകാൻ. ഒഡീഷയ്ക്കെതിരെയും അത് തന്നെയാണ് സംഭവിച്ചത്. അത്രയും നേരം ഡൈവിന് ഒരു യെല്ലോ കാർഡൊക്കെ
മേടിച്ചു നിന്ന നോവ പെട്ടെന്നൊരു സെൻസിബിൾ ഡിസിഷനിലൂടെ ഒരു അസിസ്റ്റ് നേടി. അതിന് പിന്നാലെ ആ ഒരു വിന്നിംഗ് ഗോളും. അതിലൊരു ലക്കിന്റെ എലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും നോവ ഒരു വിന്നിംഗ് ഗോൾ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും വേണ്ടതും അത് തന്നെയായിരുന്നു. തീർച്ചയായും ഈ 3 പ്ലേയേഴ്സ് അവരുടെ സ്ട്രെങ്ത്തുകൾ ഉപയോഗിച്ച് ഒരുമിച്ച് ഒത്തൊരുമയോടെ ഇതുപോലെ കളിച്ചാൽ ടീമിന് അത് വലിയൊരു ബൂസ്റ്റ് തന്നെയാണ്. ഓബ്വിയസ്ലി ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളും ഡിഫൻസീവ് പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും ഈ 3 പ്ലേയേഴ്സ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. കാരണം ഇത് ഞാനും നിങ്ങളും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇനി പോയിന്റ് നമ്പർ 1 വരാം. ഈ മത്സരത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു വിഷയം, ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറിനെ കുറിച്ച് പൊതുവെ ആർക്കും വലിയ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ അത് കുറച്ച് അൺഫെയർ അല്ലേ? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വന്നത് അലക്സാണ്ടർ കോയഫിനെ കുറിച്ചാണെന്ന് നിങ്ങൾ പലർക്കും മനസ്സിലായി കാണും. ഇതിനോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടിനെഗ്രൻ മിഡ്ഫീൽഡറായ ഡൂസാൻ ലഗത്തോറിനെ സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളും കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും അലക്സാണ്ടർ കോയഫിന്റെ ഈ ക്ലബിലെ ഫ്യൂച്ചർ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. പക്ഷെ ശരിക്കും കോയഫ് ഈ ക്ലബിൽ കുറച്ചുകൂടെ സമയം അർഹിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം ഈ മത്സരത്തിൽ കോയഫിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ഫ്രെഡിക്കൊപ്പം കോയഫ് മിഡ്ഫീൽഡിൽ വളരെ നല്ലോണം തന്നെ കളിച്ചു. ശരിക്കും ഹ്യൂഗോ ബൂമസിനെ പോലൊരു പ്ലെയർ കളിച്ചിരുന്നെങ്കിൽ കോയഫ് കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. കാരണം അത്രയ്ക്ക് ബോൾ ക്യാരിങ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ നമ്മുടെ എതിരെ റൺ ചെയ്യുമ്പോൾ അവനെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. ആ ടാസ്ക് ഈ കളിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അറ്റാക്കുകളുടെ ബിൽഡപ്പിൽ കോയഫിന് ഇൻവോൾവ് ആവാൻ സാധിച്ചു. നല്ലോണം പിച്ച് കവർ ചെയ്യുകയും അതുപോലെ തന്നെ ഒരിക്കൽ പോലും അദ്ദേഹം ഒരു സമ്മർദ്ദത്തിലാവുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീമിലെ ബാലൻസ് ഇല്ലായ്മ കൊണ്ട് ഒരുപാട് സഫർ ചെയ്തൊരു പ്ലെയർ ആണ് കോയഫ് എന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പുള്ളിയെ പിടിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഇട്ടാൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോകും. അതുപോലെ തന്നെ പുള്ളി സെന്റർ ബാക്ക് കളിച്ച പല കളികളിലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്കിലൂടെയും ചില തീരുമാനങ്ങളിലൂടെയും നമ്മൾ ഗോളുകളും തോൽവിയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു പെർഫോമൻസ് കോയഫ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്ലെയറിനെ എഴുതിത്തള്ളാറായോ എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു എൻവയോൺമെന്റിലാണ് പുള്ളി കളിച്ചിരുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ പ്ലെയറിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഫിസിക്കലി അത്ര വലിയ ഡോമിനേറ്റിംഗ് പ്രസൻസ് ഒന്നും ഇല്ലെങ്കിലും വളരെ ഇന്റലിജന്റ് ആയ ഒരു ഫുട്ബോളർ തന്നെയാണ് കോയഫ്. മിഡ്ഫീൽഡിൽ ഇപ്പൊ നമുക്കുള്ള ഓപ്ഷൻസ് നോക്കിയാലും ഈവൻ മിലോസിനെ വെച്ച് കമ്പയർ ചെയ്താലും ടെക്നിക്കൽ എബിലിറ്റിയും കോയഫിന് തന്നെയാണ് കൂടുതൽ. എന്റെ അഭിപ്രായത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിലും കോയഫ് തന്നെ മിഡ്ഫീൽഡിൽ കളിക്കണം. പക്ഷെ പ്രിതോക്ക് ഇങ്ങനെ കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുള്ള ബാലൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താനാവും എന്നുള്ളതാണ് വലിയ ഡൗട്ട്. എന്തായാലും കോയഫിന്റെ ഈ പെർഫോമൻസിനെ കുറിച്ചും ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കോറു സിംഗിന്റെയും ഫ്രെഡിയുടെയൊക്കെ തകർപ്പൻ പെർഫോമൻസുകൾ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാത്തത് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ സച്ചിന്റെ ഐബാന്റെ ഒക്കെ പെർഫോമൻസിലെ പ്രശ്നങ്ങളും ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. എന്തായാലും ഒഡീഷ എഫ്സിക്കെതിരെയുള്ള ഈ മത്സരത്തിൽ നിന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ലൈനപ്പ് ചെയ്യണമെന്നും നിങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യൂ. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. അടുത്ത മത്സരത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.